നമസ്കാരം. സോണിയാഗാന്ധിയും മനേക ഗാന്ധിയും ഉൾപ്പെടെ ഒരു കുടുംബത്തിൽപ്പെട്ട ആളുകൾ തന്നെ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയുടെ തലപ്പത്ത് പ്രവർത്തിക്കുന്ന ഒരു കാഴ്ച അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിന് അത്ര വലിയ പുതുമയൊന്നുമല്ല. ഇപ്പോൾ ഇതാ അതിന് സമാനമായ ഒരു നീക്കം ജാർഖണ്ഡിൽ കൂടി സംഭവിച്ചിരിക്കുകയാണ്. ഷിബു സോറന്റെ മരുമക്കൾ തമ്മിലാണ് കൊമ്പ് കോർക്കുന്നത്. ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായിരുന്ന ഹേമന്ത് സോറന്റെ ഭാര്യ കൽപ്പന സോറനും ഹേമന്തിന്റെ സഹോദരനായ ദുർഗ സോറന്റെ ഭാര്യയായ സീത സോറനും തമ്മിലുള്ള പോരാട്ടമാണ് ഇപ്പോൾ ദേശീയ ശ്രദ്ധ ആകർഷിച്ചിരിക്കുന്നത്. ഹേമന്ത് സോറന്റെ മരിച്ചുപോയ സഹോദരൻ ദുർഗ സോറന്റെ ഭാര്യയായ സീത സോറൻ ഈ കഴിഞ്ഞ മാർച്ച് 19-ാം തീയതിയാണ് BJPയുടെ ഭാഗമാകുന്നത്. ജാർഖണ്ഡിലെ ജാമ എന്ന ഗോത്ര മണ്ഡലത്തിൽ നിന്നുള്ള MLA കൂടിയാണ് സീത സോറൻ. എന്തായാലും ഇത്തവണ ദുംക മണ്ഡലത്തിൽ നിന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ടിക്കറ്റിൽ മത്സരിക്കാൻ പോകുന്നത് സീത സോറൻ തന്നെ ആയിരിക്കുമെന്നാണ് പുറത്തു വരുന്ന വിവരം. ഹേമന്ത് സോറന്റെയും ദുർഗ സോറന്റെയും അച്ഛനായ JMMന്റെ സ്ഥാപകൻ ഷിബു സോറൻ 2019-ൽ BJPയോട് പരാജയപ്പെട്ട ഒരു മണ്ഡലം കൂടിയാണ് ഈ ദുംക എന്ന് പറയുന്നത്. ആളുകൾ സ്നേഹത്തോടെ ഗുരുജി എന്ന് വിളിക്കുന്ന ഷിബു സോറന് ഗോത്രവർഗ മേഖലകളിലുള്ള സ്വാധീനം നമുക്ക് ചിന്തിക്കാവുന്നതിനും അപ്പുറമാണ്. ഇവിടേക്കാണ് ഇപ്പോൾ മരുമകളുടെ ഒരു അപ്രതീക്ഷിത എൻട്രി ഉണ്ടായിരിക്കുന്നത്. ഇതിനിടയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കഥ കൂടിയുണ്ട്. അതായത് ഈ ദുർഗ സോറൻ മരിച്ചില്ലായിരുന്നുവെങ്കിൽ JMMന്റെ സ്ഥാപകനായ ഷിബു സോറന്റെ മൂത്ത മകൻ എന്ന നിലയിൽ പാർട്ടിയുടെ പൂർണ്ണമായ അധികാരം ദുർഗ സോറന്റെ കൈകളിൽ തന്നെ നിൽക്കുമായിരുന്നു. പക്ഷേ ദുർഗ സോറന്റെ അപ്രതീക്ഷിതമായ മരണത്തോടു കൂടിയാണ് അനുജനായ ഹേമന്ത് സോറൻ പാർട്ടിയുടെ തലപ്പത്തേക്ക് എത്തുന്നത്. അതോടുകൂടി പാർട്ടിയുടെ പൂർണ്ണ നിയന്ത്രണം ഹേമന്ത് സോറന്റെ കൈകളിലായി. ഇതിനിടയിലാണ് കൽപ്പന ഹേമന്ത് സോറനെ വിവാഹം ചെയ്യുന്നത്. ഹേമന്ത് സോറനെ ED അറസ്റ്റ് ചെയ്തതോടുകൂടി ഈ അധികാരത്തിന്റെ പാതി കൽപ്പനയുടെ കയ്യിൽ എത്തുകയും ചെയ്തിരുന്നു. എന്തായാലും കഴിഞ്ഞ ദിവസം ഗിരിധയിൽ നടന്ന പാർട്ടിയുടെ സ്ഥാപക ദിനാചരണത്തിൽ ദുർഗ സോറന്റെ പേര് പോലും പരാമർശിച്ചില്ല എന്ന പരിഭവവുമായി സീത സോറനും മക്കളും രംഗത്തെത്തിയിരുന്നു. മാത്രമല്ല പാർട്ടിയിൽ നിന്നും തങ്ങൾ രാജിവെക്കുന്നത് കടുത്ത അവഗണന നേരിടുന്നത് കൊണ്ടുകൂടിയാണ് എന്നും സീത വ്യക്തമാക്കിയിരുന്നു. ജാർഖണ്ഡിനെ സംബന്ധിച്ച് ഇപ്പോഴത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാത്രമല്ല വലിയ പ്രതിസന്ധി. കാരണം മെയ് 20-ന് നിയമസഭയിലേക്ക് കൂടി ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. ഈ സന്ദർഭത്തിൽ സീത സോറന്റെ കൂടുമാറ്റം JMMനെ സംബന്ധിച്ച് വലിയ ഒരു തിരിച്ചടി തന്നെയാണ്. എന്നാൽ എന്ത് വില കൊടുത്തും സീതയെ തങ്ങൾ തോൽപ്പിക്കും എന്ന് ഉറപ്പിച്ചിറങ്ങിയിരിക്കുകയാണ് കൽപ്പന സോറനും കൂട്ടരും. സീത സോറൻ മത്സരിക്കുന്ന ദുംകയിൽ ഇതുവരെയും ഈ JMM സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. അഥവാ ദുംകയിൽ സ്ഥാനാർത്ഥിയായി കൽപ്പന സോറൻ തന്നെ എത്തുകയാണെങ്കിൽ അതുണ്ടാക്കാൻ പോകുന്ന ഒരു യുദ്ധ സമാനമായ അന്തരീക്ഷം വളരെയധികം ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യും. ഹേമന്ത് സോറന്റെയും ദുർഗ സോറന്റെയും ഭാര്യമാർ തമ്മിലുള്ള കേവലമായ പോരാട്ടം എന്നതിനപ്പുറത്തേക്ക് ഗോത്രവർഗ മേഖലകളിലേക്ക് BJPയുടെ ഒരു ഇടിച്ചുകയറ്റം കൂടിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പോടുകൂടി സംഭവിക്കാൻ പോകുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് സിറ്റി മലയാളം.